നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ദ്രന്റെ മുറിയാണ് നീയും പ്രതിഭയെ ഉപയോഗിക്കുന്നുള്ളത് ശരി തന്നെയാ. എന്നുവെച്ച് നിന്നോട് ആരെങ്കിലും ഇപ്പൊ ആ മുറി ഒഴിഞ്ഞു തരാൻ പറഞ്ഞോ? അത് പറയുന്നതിനാ? കണ്ടറിഞ്ഞ് ഒഴിയുന്നതല്ലേ മാന്യത. എടാ ബിച്ചുമോൻ അമ്മയുടെ ഒപ്പം കിടക്കുന്നേ, ഞാൻ തൽക്കാലം ഹോളിൽ എവിടെയെങ്കിലും കിടന്നോടാം. അത് ശരിയാവില്ല. ഏട്ടനും ഏടത്തിയും വാടക വീട്ടിലേക്ക് മാറിയത് കൊണ്ടാ ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് മാറാൻ തയ്യാറായത്. ഇപ്പോ ഏട്ടൻ ആ വീട് ഒഴിവാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ ആ റൂം ഉപയോഗിക്കുന്നില്ല. ഏട്ടനും മോനും ആ റൂമിൽ കിടക്കണം. പിന്നെ ആ റൂമിലുണ്ടായിരുന്ന ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പ്രതിഭ മറ്റേ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഏട്ടൻ ആ റൂം പഴയതുപോലെ തന്നെ ഉപയോഗിക്കാം. എന്തിനാടാ സത്യം നിനക്ക് ഇത്രയും വാശി? നിന്റെയും പ്രതിഭയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ വെളിയിൽ വന്ന് കിടന്നൊരു സീൻ ഉണ്ടാക്കണോ? എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഹേയ്, ഏട്ടൻ എവിടെയും ജയിച്ചു കാണണമെന്നേ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ വീട്ടിലും ഞാൻ ഏട്ടനൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഹാളിൽ പാവിരിച്ച് കിടക്കുമ്പോൾ പ്രതിഭയ്ക്കും എനിക്കും ഏട്ടന്റെ റൂമിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. മനസ്സിലായടാ, മനസ്സിലായി. നിനക്ക് എങ്ങനെയെങ്കിലും നിന്റെ ഏട്ടനെ അവളുടെ അടുത്തേക്ക് തിരിച്ചയക്കണം. എന്നാലേ നിന്റെ ഈ നാടകമൊക്കെ കണ്ട് എന്റെ മോൻ എന്നെ വിട്ട് പോവില്ല. എടാ, ആ മുറി ഇവന് വേണ്ടെങ്കിൽ നീ നിന്റെ മോനും പോയി അവിടെ കിടക്കാൻ നോക്ക്. അട്ടെ പിടിച്ച് മെത്തക്കിടത്തേ കിടക്കില്ലല്ലോ. നീ ഇവിടെ തന്നെ കിടന്നു. വാ ഇന്ദ്ര, പോ. ലതികേ, ചീരുവിനോട് ഒന്ന് കഴിക്കാൻ പറ. ഇന്ന് നമ്മൾ അവൾക്ക് ആഹാരം കൊടുക്കണ്ടേ, അല്ലാതെ അവളുണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കല്ല വേണ്ടേ. ഞാൻ പറഞ്ഞു ഏട്ടാ, കേൾക്കണ്ടേ? നിങ്ങൾ കഴിക്കും. അമ്മ എന്ന് ചീരുവിന്റെ അടുത്ത് പോയി ആദ്യം ലേറ്റ് ആക്കണ്ടാന്ന് പറ. ദാസങ്ങളുടെ വീട് വരെ ഓടിയെത്തേണ്ടതാ. ഇനി എപ്പ പോകാനാ വിനയ? ഇതും ചീരുവിന്റെ വീട് തന്നെയല്ലേ, ഇവിടെ തങ്ങാൻ പറ. ഞാൻ പറയില്ല. ചീരു എന്റെ കൂടെ ഇവിടെ വന്നത് തന്നെ സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. ശരി, ഇനി നീ എന്തെങ്കിലും പറഞ്ഞ് ആ സ്വപ്നം ദുസ്വപ്നമാക്കണ്ട. ലതികേ, നീയും ചീരു ഒരുമിച്ചിരുന്ന് കഴിച്ചോ. ഞങ്ങൾ വേഗം കഴിച്ചെണീക്കാം. മോളെ, നിന്നെ അടുക്കളയിൽ നിർത്തിയേനെ ഏട്ടന് എന്നെയെ കുറ്റപ്പെടുത്തുന്ന ചീരു. മോളും കൂടി അവരോടൊപ്പം ചെന്നിരുന്ന് കഴിക്കേ. വേണ്ട അമ്മ, എനിക്കൊന്നും കഴിക്കാനേ തോന്നുന്നില്ല. അമ്മ കഴിച്ചോ. അത് വേണ്ട, അവരോടൊപ്പം ഇരിക്കാൻ മടിച്ചിട്ടാണെങ്കിൽ അവരെ എഴുന്നേറ്റിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. മോളെ, ഇതാ അവര് കഴിച്ചു കഴിഞ്ഞു. മോള് വാ, നമുക്കും കഴിക്കാം. വാ, ഇത് മതി. വാ വാ മോളെ, വാ വാ, ഇവിടെ ഇരിക്കേ, സൂക്ഷിച്ച്.
സാധാരണ മോള് നേരത്തെ കഴിച്ചു കഴിഞ്ഞ് കിടക്കുമായിരിക്കുമല്ലേ? ഇന്ന് കുറച്ച് താമസിച്ചു. രാത്രിയിൽ അങ്ങനെ ആഹാരം നിർബന്ധമൊന്നുമില്ല അമ്മ. ചിലപ്പോ എന്തെങ്കിലും പഴങ്ങൾ കഴിച്ച് വെള്ളം കുടിച്ചങ്ങ് കിടക്കും. ആ, പഴങ്ങളിപ്പൊ കഴിക്കുന്ന നല്ലതാ. എന്നാലും മറ്റാഹാരങ്ങളും കഴിക്കണം. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് എല്ലാം വേണം. ആ, പിന്നെ യാത്ര ചെയ്യുമ്പോഴും പ്രത്യേകം സൂക്ഷിക്കണം. ആവശ്യത്തിന് മാത്രമേ വണ്ടിയിലുള്ള ഓട്ടം പാടുള്ളൂ. അല്ലാത്തതൊക്കെ ഒഴിവാക്കണം. ഇന്നിനി മോക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ? ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോയാ പോരെ ചീരു? ഇപ്പൊ തന്നെ സമയം കുറച്ചായില്ലേ? അത് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാന്നാ ദാസങ്ങളിനോട് പറഞ്ഞത്. ആ, അതിനെന്താ? യാത്രാക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാ മോളോട് ഇവിടെ റെസ്റ്റ് ചെയ്യാനേ അങ്കിള് പറയും. കഴിക്ക്. എന്തായാലും മോളിവിടെ വന്നതല്ലേ, രാത്രിയിൽ തന്നെ ഇറങ്ങി പോവണ്ട. ഗർഭിണികൾ അസമയത്ത് ഇറങ്ങി പോകുന്നത് ശരിയല്ല ചേരൂ. ശരി അമ്മ, ഞാൻ ദാസങ്ങളിനെ വിളിച്ച് പറഞ്ഞോളാം നാളെ വരുമെന്ന്. ശരി, മോള് കഴിക്കേ. ഈശ്വര, എന്റെ ചീരുമോക്ക് നല്ല ബുദ്ധി തോന്നിച്ചു കൊടുത്തല്ലോ. കഴിക്കും മോള്. കഴിക്കേ. എന്താണോ കിടന്നില്ലേ? ഇതുവരെ ഒരു മയക്കം മാത്രമായിരുന്നു, ഒരു സ്വസ്ഥതയില്ല. ഇത്രയും സമയമായിട്ടും അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നില്ലല്ലോ ദാസ്. അവരിനി നാളെ വരുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യൻ കുറച്ച് ക്രിട്ടിക്കലായതുകൊണ്ട് ദേ അവര് കസ്റ്റഡിയിൽ വെച്ചിരിക്കാൻ. പേടിക്കാനൊന്നുമില്ല. രാവിലെ അവന്റെ കൃത്യമായ മൊഴിയെടുക്കും. അവന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ലെങ്കിൽ ദയക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റും. സ്റ്റേഷനിൽ പോയി സറണ്ടർ ആയാൽ അവർ വിട്ടയക്കില്ല എന്ന് എനിക്ക് തോന്നി. എന്റെ മോള് വല്ലാതെ പേടിച്ചിരിക്കുകയായിരിക്കും അവിടെ.